അച്ഛാ ചായയുടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അച്ഛാ ഞാൻ വരുന്നേ. മോളെ മാഷ് നാളെ എന്തായാലും നോക്കിയിട്ട് ഫീസ് അടക്കാൻ പറഞ്ഞു. മോള് വരുമ്പോഴേക്ക് അച്ഛൻ പൈസ റെഡിയാക്കി വെക്കൂ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മുത്തപ്പ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചേ എന്റെ കൃഷ്ണ. അനുവദിച്ച ഒരു ബ്രെഡ് എത്ര പൈസ? 40. ശരി വരുന്നേ. ആയിക്കോട്ടെ. നിനക്കിന്ന് സ്കൂളില്ല? ഇല്ല, നമുക്ക് കലോത്സവം. ഇന്ന് വരാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ബിസിയാണ്, വൈകിട്ട് കാണും. കാരണം പുതിയൊരു ജോയിനിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത് കൊണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി പോയി, നല്ല ബ്ലോക്ക് ആയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്, നീ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ലാപ്ടോപ്പ് വേണ്ടി വരുമോ ഇതിന്? ലാപ്ടോപ്പ് വേണമെന്നൊന്നുമില്ല, നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായാൽ മതി. ഫോണില്ല എൻ്റെ അടുത്ത്. ഫോണില്ലല്ലേ? എൻ്റെ അടുത്തൊരു പഴയ ഫോണുണ്ട്, അത് വേണമെങ്കിൽ നിനക്ക് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ തരാം. പിന്നെ ഒരു കാര്യം, പിൻ നമ്പറുകളൊക്കെ അടിക്കുന്നവരെ തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കണം. മൊബൈൽ ഞാൻ നിനക്ക് നാളെ എത്തിച്ചു തരാം. ഓക്കെ, എന്നാ ശരി. അവിടെ കഴിക്കാൻ എന്താ ഉണ്ട്? ഒരു 10 രൂപ എടുത്തോ. ഇനി വരും പുലരിയെല്ലാം ചെറു ചിരിയുടെ അലകളായൊരുക്കാം. പ്രഭാതമേ പ്രകാശമേ, പ്രഭാതമേ പ്രകാശമേ. ഇതാ ഫോൺ, ഇതിൽ കമ്പനീൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അനുവ, ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇല്ലേ അശോകൻ്റെ പെണ്ണിനൊരു ചെക്കൻ മൊബൈൽ കൊടുക്കുന്നു. അത് മാത്രമല്ല കയ്യൊക്കെ പിടിക്കുന്നുണ്ട്. എൻ്റെ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അതങ്ങനത്തെ പെണ്ണൊന്നല്ലപ്പാ. ഇവളോടാണോ ഞാൻ പറഞ്ഞത്? ഹലോ, എന്താ അശോക പതിവില്ലാതെ? വാ കേറിയിരിക്കി. നിന്റെ അസുഖം എങ്ങനെയുണ്ട്? മരുന്ന് കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കണ്ടു വന്നതാണ്. നീ എന്താ വന്ന കാര്യം പറ. അടുത്ത ആഴ്ച വന്ന് മോളെ പരീക്ഷ.
ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല. ഫീസ് അടയ്ക്കാതെ പരീക്ഷയ്ക്ക് ഇരുത്തില്ല എന്ന് മാഷ് പറഞ്ഞിരുന്നു. അതിനിപ്പോൾ ഞാനെന്താ വേണ്ടത്? നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ന് സഹായിക്കണം. എത്രയാണ് ഫീസ് അടയ്ക്കാനുള്ളത്? 5000 റുപ്യ അടയ്ക്കാനുണ്ട്. നീ ഇവിടെ ഇരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. വർക്കൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്. അധികം രാത്രി വർക്ക് കഴിഞ്ഞാൽ ചെയ്യാറ്. ഞാനെന്നേ പറഞ്ഞില്ലേ, ഒന്ന് ശ്രമിച്ചാൽ സിമ്പിളാണെന്ന്. സുധേ, ആ തെക്കേപ്പുറത്ത് അശോകൻ വന്നിട്ടുണ്ട്. മോളുടെ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല എൻ്റെ. നിങ്ങളെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. പാവങ്ങളാണ്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആ കുട്ടി നല്ലോണം പഠിക്കുന്നതാണ്. ഓൻ 5000 ചോദിച്ചത്, ഒരു 10 കൊടുക്കട്ടെ. കഷ്ടപ്പാടല്ലേ. ജോലിയായിട്ട് തിരിച്ചു തരാന്നാ പറഞ്ഞത്. അശോക, ഇത് 10000 ഉണ്ട്. മോളോട് എക്സാം നന്നായിട്ട് എഴുതാൻ പറയണം. എന്താവശ്യം ഉണ്ടെങ്കിലും വരാൻ മടിക്കണ്ട. പോയിട്ട് വാ. നിങ്ങളെ ദൈവം കാക്കൂ. മോളെ, സന്ധ്യ കഴിഞ്ഞിട്ട് എന്താ വിളക്കെടുത്ത് വെക്കാതെ? ഒരു ശ്രദ്ധയില്ല അല്ലേ? അച്ഛാ വാ, ഭക്ഷണം കഴിക്കുക. ഇപ്പൊ ഏത് സമയം മൊബൈലാ? ഞാൻ ഒരു സാധനം അയച്ചു കൊടുക്കും അച്ഛാ. എല്ലാരും പറയുന്നുണ്ട് വെറും മൊബൈലാണ്. ആ അശോക, ആ രാധേജിയെ, മോക്ക് പുതിയ മൊബൈലൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് ഓളൊരു ഫ്രണ്ട് ഒരു പഴയ മൊബൈൽ കൊടുത്താ. ഫ്രണ്ട്? അതെല്ലാം എനിക്കറിയാം. അശോട്ടാ, അമ്പലത്തിൽ പോയിട്ട് വരിക. ആ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. 2-3 ദിവസമായാലും മോളെ ഒരുത്തിൻ്റെ അപ്പുറം കാണുന്നു. ഒന്ന് ശ്രദ്ധിക്കുന്നല്ലേ അത്? ഹലോ ഹലോ ശ്രീതേട്ടാ,
എൻ്റെ അക്കൗണ്ടിൽ 20,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ. താങ്ക്സ് ഉണ്ട് കേട്ടാ. അച്ഛൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സഹായം ചെയ്യാൻ പറ്റിയില്ല. അതെ, ഇപ്പൊ സന്തോഷായില്ലേ? ഞാൻ എൻ്റെ അച്ഛന് മുണ്ട് ഷർട്ട് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. നല്ല കാര്യം മോളെ. നീ ചെയ്തതാണ് മോളെ ശരി. എന്നാ ശരിയേ. ഓക്കെ മോളെ. ഇവൻ കുറയാലോ അശോകൻ്റെ മോളായിട്ടൊരു ചുറ്റിക്കളി. ഞാനും ശ്രദ്ധിച്ചിന്. പാവം അശോകട്ടെ, ആ പെണ്ണിനെ എങ്ങനെയല്ല നോക്കി വളർത്തുന്നേ. നീ ഒരു കാര്യം ചെയ്യും, വണ്ടി തിരിച്ചേ. അശോകൻ്റെ മോളുമായിട്ട് എനിക്ക് എന്താ ബന്ധം? എന്ത് ബന്ധോ? നീ നമ്മുടെ നാട്ടിലൊന്ന് കളിക്കാൻ നിൽക്കല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. പിന്നെ നമ്മളെന്താടെ വിചാരിക്കേണ്ടത്? നിങ്ങൾ എന്താ നീ നാളെ ഞെട്ടിക്കുന്നോ? നിങ്ങളെന്താ കാണിക്കുന്നത്? വിടന്നെ, വിട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ടടാ. നിനക്ക് ഓണെന്താ പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ബന്ധോ അശോകന്റെ മോളായിട്ട് എനിക്കില്ല. ഞാൻ ഒരു ഓൺലൈൻ ജോബിന്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതെങ്ങനെയോ കണ്ടിട്ട് ആ മോൾ എന്നെ കോൺടാക്ട് ചെയ്തതാ. അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ മോക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ മോക്ക് ഫോണില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു പഴയ ഫോണ് ആ മോക്ക് ഞാൻ കൊടുത്തു. നിങ്ങളിപ്പോൾ എന്നോട് കാണിച്ചതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നിങ്ങളറിയോ, ഇന്ന് ആ കുട്ടീൻ്റെ അക്കൗണ്ടിൽ 20,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അവൾ കുറച്ച് നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ആയിട്ട് അച്ഛനൊരു മുണ്ട് ഷർട്ടുമായി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. ഞാനൊരു നല്ല കാര്യം ചെയ്തതാ. അതിപ്പോൾ എങ്ങനെ? സാരല്ല മോനെ, ഓരോ കൂട്ടർ പറഞ്ഞ് കേട്ട് തെറ്റിദ്ധരിച്ചു പോയതാണ്. നീ ചെയ്തത് നല്ലൊരു കാര്യമാണ്. ആ കുടുംബത്തിന് വേണ്ടി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇനി ഞങ്ങളുണ്ട് കൂടെ. എന്നാൽ ശരി, ഞാൻ പോയിക്കോട്ടെ. വല്ലാത്ത കഷ്ടമായി. അച്ഛന് ഞാൻ ഒരു മുണ്ട് ഷർട്ടും വാങ്ങിയിട്ടുണ്ട്. അച്ഛാ അതാ മുണ്ട് ഷർട്ട്. വീട് നേടി കിടക്കും മുണ്ട് ഷർട്ട് വാങ്ങാൻ പൈസ. ഓളൊരു മുണ്ട് കണ്ട ചെക്കന്മാരപ്പോ അഴിഞ്ഞാടാൻ പോയി വന്നിക്കോളൂ. അച്ഛ അച്ഛനെ നീ പറയുന്നേ എനക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരുടെ ഇടക്ക് പോണല്ലേ? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഇവന് മേല് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആട്ടെ. ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് വരുന്നേക്ക് അശോകനെ കണ്ടിന്. തെറ്റിനാറിൻ്റെ പുറത്ത് ഞാൻ എന്തെല്ലോ പറഞ്ഞു. എനിക്കിപ്പോൾ അതിൽ ഭയങ്കര വിഷമമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, അശോകനെ വിളിച്ച് സംഭവം പറ. എനിക്കും അല്ലാണ്ടുണ്ട്. ഹലോ 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 അശോട്ടാ, നിങ്ങളെവിടെയാ ഉള്ളേ? വീട്ടില് ഞാൻ സനൂപാണേ. പിന്നെ ഞാൻ നിങ്ങളോട് ഇന്നലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊരു തെറ്റാറിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നിങ്ങൾ വളരെ പുണ്യം ചെയ്ത ആളാണ്. കാരണം നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങൾ കഷ്ടപ്പാട് മനസ്സിലാക്കുന്ന ഒരു പൊന്നു മോളെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ആ മോളൊരു തെറ്റായ രീതിയിൽ ഒന്നും പോയിട്ടില്ല. അവൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ ജോലിക്ക് പോയത്. അവൾ പഠിക്കേണ്ട സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഓൺലൈൻ ജോലി ചെയ്യുന്നത്. അത് അവളുടെ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ശമ്പളം അവൾക്ക് ഇന്നാണ് കിട്ടിയത്. ആ ശമ്പളത്തിന് അവൾ അച്ഛനൊരു മുണ്ട് ഷർട്ടുമായിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നിങ്ങൾ പുണ്യം ചെയ്ത ആളാണ് അശോകേട്ടാ, ഒരുപാട് പുണ്യം ചെയ്ത ആളാണ്. ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. നിങ്ങളോട് ക്ഷമിക്കണം. എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ ഞാൻ അടിച്ചു പോയല്ലോ. അയ്യോ
എന്റെ പൊന്നുമോളെ. എന്റെ മോളെ അച്ഛനോട് ക്ഷമിക്കൂ മോളെ. ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് അച്ഛന്റെ മനസ്സ് വേദനിച്ചു പോയതാ. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു പോയത് മോളെ. അച്ഛൻ അറിയില്ല അച്ഛൻ്റെ മോളെ, ഞാൻ അങ്ങനെ ചെയ്യുമോ? ഞാൻ അച്ഛനോട് സഹായമാണെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അച്ഛന്റെ ഭാഗത്ത് തെറ്റുണ്ട് മോളെ. ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് അച്ഛൻ മോളെ അനുസരിക്കാൻ പാടില്ലേ? അച്ഛാ അച്ഛന്റെ പൊന്നുമോളെ, അച്ഛന്റെ പൊന്നുമോളെ.